എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം. കർക്കിടക മാസത്തിലെ ചികിത്സയും നമ്മുടെ സൗന്ദര്യം ആരോഗ്യം ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊരു സാധാരണക്കാരനും ചെയ്യേണ്ടതായിട്ടുള്ളതും പറ്റുന്നതുമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കാര്യം. കാരണം ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. ഒരു കർക്കിടക മാസം ആയിക്കോട്ടെ, ഒരാളുടെ ശരീരത്തിലെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനൊക്കെ പറ്റുന്നതാണ്. കർക്കിടക മാസം എന്ന് വെച്ചിട്ടല്ല, ഏത് കാലത്തും ചെയ്യാൻ പറ്റും. എന്നാലും കർക്കിടക മാസത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക ഗുണങ്ങൾ ആണ് ഇത് എടുത്തു പറയുന്നത്. ഇപ്പൊ ഒരു ട്രെൻഡാണ്. കർക്കിടക മാസം ആയി കഴിഞ്ഞാൽ സുഖചികിത്സ എന്ന് പറഞ്ഞിട്ട് ഉഴിച്ചില്, പിഴിച്ചില്, ധാര, കോരല്, മാന്തല്, പിടിക്കലൊക്കെ ഇട്ട്. അതെന്താന്ന് വെച്ചാല് ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല. കാരണം കർക്കിടക മാസം അയച്ചിട്ട് ആൾക്കാര് ഉഴിയാനൊന്നും പോയിരുന്നില്ല. പക്ഷെ പണ്ട് ഉണ്ടായിരുന്നത്, അവർ കഴിച്ചിരുന്നത് ആരോഗ്യത്തിനെ ഡെവലപ്പ് ചെയ്യുന്ന ഔഷധ ചേരുവകളുള്ള മരുന്നുകൾ കഴിക്കുകയായിരുന്നു. എന്ന് വെച്ചാല് ആട്ടിൻതല സൂപ്പ് വെച്ച് കഴിക്കുക, ആടിന്റെ കാല് സൂപ്പ് വെച്ച് കഴിക്കുക, പോത്തുംദ്രാവകം ബലാരിഷ്ടം കഴിക്കുക, പിന്നെ ഔഷധ കഞ്ഞി കുടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് ഇതിനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, അന്ന് നന്നായി പണിയെടുക്കുന്നവർക്ക് അടുത്ത വർഷം വരെ നമ്മൾ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ തേയ്മാനം വന്നതിനൊക്കെ റിക്കവർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആട്ടിൻകാല് സൂപ്പ് വെച്ച് കുടിക്കുന്നത്. ഔഷധ കഞ്ഞി കുടിക്കുന്നതിന്റെ ഗുണം എന്ന് വെച്ചാൽ ആന്റിബയോട്ടിക് എനർജി നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. പ്രതിരോധ ശക്തി നമുക്ക് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ ഔഷധ കഞ്ഞി കുടിക്കുന്നത്. അത് 10 ദിവസം കുടിക്കാൻ തന്നെ ജനങ്ങൾക്ക് മടിയാണ്. പക്ഷെ അത് ഈ ഒരു മാസം മൊത്തം ഒരു നേരത്തെ ആഹാരം അതാക്കി മാറ്റുക എന്നുള്ളതാണ്. കാരണം ഒരു തരി എങ്ങനെയെങ്കിലും മുക്കി കുടിച്ചോണ്ട് കാര്യമില്ല. ഒന്നെങ്കിൽ രാവിലത്തെ ഭക്ഷണത്തിന് ഈ ഔഷധ കഞ്ഞി വെക്കുക, ഇല്ലെങ്കിൽ രാത്രി അത്താഴ ഭക്ഷണം ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു എന്തിനേയും പ്രതിരോധിക്കാനുള്ള ആന്റിബയോട്ടിക് എനർജി നമ്മളിൽ ഉണ്ടാവും. അപ്പൊ അത് ഇന്ന് ജനങ്ങൾ കഴിക്കാത്തത് വലിയൊരു അപകടമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഔഷധങ്ങൾ ചേർന്നിട്ടുള്ള കാര്യങ്ങൾ. ആട്ടിൻകാല് സൂപ്പ് വെച്ചിട്ട് പണ്ടത്തെ കാലത്ത് കുടിച്ചിരുന്നു. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അന്ന് നല്ലോണം പണിയെടുക്കുന്നവരായതുകൊണ്ട് അത് കൊളസ്ട്രോളോ മറ്റു രോഗങ്ങളിലേക്കൊന്നും വരാറില്ല. ഇന്ന് ഈ സൂപ്പ് കുടിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരാനും ദുർമേജസ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സൂപ്പ് വെക്കല് ആരോഗ്യകരമായിട്ട് കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കാം. പക്ഷെ അതിന് ബദലാണ് നമുക്ക് ബലാരിഷ്ടത്തോട് കൂടെ തന്നെ നമുക്ക് പോത്തിൻദ്രാവകം എന്ന് പറയും, അത് മഹിഷദ്രാവകം എന്ന് പറയും. ഈ മഹിഷദ്രാവകം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ആടിന്റെ കാലും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ പോത്തിന്റെ കാല് എല്ലുകളൊക്കെ നുറുക്കിയിട്ട് അതില് മഹാരാഷ്ട്രാദി കഷായത്തിന്റെ മരുന്നും കൂടി ചേർത്ത് തിളപ്പിച്ച നീരാവിയാണ് ഈ പോത്തും ദ്രാവകം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇങ്ങനെ കൊഴുപ്പിന്റെ അംശമില്ല, നമുക്കത് ഫാറ്റ് കൂടും എന്നുള്ള പ്രശ്നമല്ല, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും കഴിക്കാം. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാല് നമുക്ക് എല്ല് തേയ്മാനം, മജ്ജല്ലാത്തത്, കാർട്ടിലേജ്, ഫ്ലൂയിഡ്, ലിഗ്മെന്റ് ഇങ്ങനെയുള്ള അതൊക്കെ തേയ്മാനം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തേഞ്ഞു പോയത് റിക്കവർ ആവാൻ വേണ്ടിയിട്ടും വരാതിരിക്കാനും വേണ്ടിയിട്ടായിരുന്നു പഴയ ആൾക്കാർ ആട്ടുംകാല് സൂപ്പൊക്കെ കുടിച്ചിരുന്നത്. പക്ഷെ ഇന്ന് അത് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ, പറ്റാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മഹിഷദ്രാവകം എന്ന പേരിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് എന്താണ്, നിങ്ങൾക്ക് വാങ്ങിയിട്ട് അത് ബലാരിഷ്ടം കൂടി സമം ചേർത്ത് 2 നേരം 30 മില്ലി വീതം ഭക്ഷണ ശേഷം കഴിക്കുന്നത് നമുക്ക് ഇതുപോലെ തന്നെ മജ്ജ, കാർട്ടിലേജ്, ഫ്ലൂയിഡ്, ലിഗ്മെന്റ് ഇതൊക്കെ നമുക്ക് റിക്കവറായി വരാൻ വളരെ എഫക്റ്റീവാണ്. ഇത് നമ്മൾ 1-2 ബോട്ടിൽ ഒരു മാസം അല്ലെങ്കിൽ 41 ദിവസമോ 2 മാസം 3 മാസം ഒക്കെ കഴിക്കാം. നമ്മുടെ വീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാവർക്കും കഴിക്കാം. വീക്ക് ആയവർക്ക് അത് കുറച്ച് കൂടുതൽ 1-2 പ്രാവശ്യം കഴിക്കാം. വീക്ക് നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി ഓരോ ബോട്ടിലെങ്കിലും കഴിച്ചാൽ മതി. ഇത് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള പോഷകങ്ങളെ കുറവ് കൊണ്ട് വരുന്ന എല്ലാത്തിനും കാൽസ്യം അങ്ങനെയുള്ള വിറ്റാമിൻസ് ഒക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ തേയ്മാനം വന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ റിക്കവർ ആക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് കർക്കിടകമാസത്തിൽ നമുക്ക് കഴിക്കുന്നതാണ് ഇതിന് ഏറ്റവും ബെറ്റർ. അതെന്താ വെച്ചാൽ പ്രകൃതിയിൽ നിന്നും നമുക്ക് ശരീരത്തെ കിളർത്ത് നല്ല
എല്ലാം പ്രതിരോധ ശക്തിയും എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടാണ്. പക്ഷെ ഇത് കാലഘട്ടം അങ്ങനെ അയച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിന് ശ്രമിച്ച് അത് നമ്മളെ ശരീരത്തിലേക്ക് ആ ഗുണമാക്കി മാറ്റേണ്ടതായിട്ടുള്ള ഔഷധങ്ങളും കൂടി കഴിക്കണം. അതാണ് ഈ ഔഷധ കഞ്ഞിയുടെ പ്രത്യേകത. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ തൈലങ്ങൾ. അപ്പൊ സാധാരണക്കാരായിട്ടൊരാള് ഈ ഉഴിയാനും ഇതിനൊന്നും പോകേണ്ട ഒരു കാര്യമല്ല. കാരണം വെച്ചാൽ അതൊക്കെ ഡോക്ടർമാര് പറഞ്ഞു പരത്തിയിട്ട് ഈ ആയുർവേദത്തിന്റെ ആളുകൾ അതൊക്കെ സുഖചികിത്സ കർക്കിടക മാസത്തിൽ ഒഴിഞ്ഞാൽ അങ്ങനെയോ ഇങ്ങനെയോ എന്നൊക്കെ പറയും. പക്ഷെ ഒരിക്കൽ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊല്ലം ഒഴിയേണ്ടി വരും. അതെല്ലാം വെച്ചെങ്കിൽ നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ ഒഴിയേണ്ട അവസ്ഥ എന്ന് പറയുന്നത് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തി നാഡീഞരമ്പുകളൊക്കെ ബ്ലോക്കായി കിടന്നിട്ട് ഉള്ള ആളുകളെ രക്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒഴിച്ചിൽ കൊണ്ട് ഗുണമുള്ളൂ. ഒഴിയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർ തൈലം പറ്റി ചൂട് പിടിപ്പിക്കലും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമുക്ക് റിലാക്സ് ഉണ്ടായിരിക്കും ആ സമയത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. കാരണം ചിലത് പഴയ പോലെയും പിന്നെ പോയി കഴിഞ്ഞാൽ പറയും അത് അടുത്ത പ്രാവശ്യം ഒഴിയുമ്പോൾ ശരിയാവെന്ന് പറയും. പിന്നെ അത് എന്നിട്ട് ശരിയായില്ലെങ്കിൽ പറയും അത് അടുത്ത പ്രാവശ്യം ഒഴിയുമ്പോൾ ശരിയാവെന്ന് പറയും. അപ്പൊ ഒഴിച്ചില് എന്ന് പറയുന്നത് അത്യാവശ്യക്കാർക്ക് മാത്രം തളർന്നിട്ടോ കാര്യങ്ങളോ ആയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പിയുടെ ഒക്കെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യിപ്പിക്കുക. അതല്ലാതെ ഒരു കേടുമില്ലാത്ത ഒരാള് വെറുതെ പോയി ഒഴിഞ്ഞിട്ട് ലോകത്തുള്ള കേടൊന്നും വരുത്തി തീർക്കണ്ട എന്നുള്ളതാണ് പറയുന്നത്. കർക്കിടക മാസത്തിലും ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ, മിഥുന മാസം ആയിക്കഴിഞ്ഞാൽ, ഞാറ്റുവേല കാലമായി കഴിഞ്ഞാൽ ഈ പ്രകൃതിയുടെ അനുഗ്രഹം എന്ന് പറയട്ടെ, നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് ശരീരത്തിൽ ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൈലം എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. നമുക്ക് നാഡീഞരമ്പുകളെ ബലപ്പെടുത്താൻ, സർക്കുലേഷൻ ഉണ്ടാവാന്, അതുപോലെ മജ്ജ മാംസത്തിന് കരുത്തുണ്ടാവാന്, നമുക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാവാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിന് ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുറിവെണ്ണ, സഹചരാതി, കൊട്ടൻ ചുക്കാതി, അതുപോലെ തന്നെ ധന്വന്തരം അങ്ങനെയുള്ള തൈലങ്ങൾ നമുക്ക് ശരീരത്തിൽ പരട്ടി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളം കൊണ്ട് കുളിച്ചാൽ മാത്രം മതി. ഇത് വേറൊരാളെ കൊണ്ട് നമ്മളെ ശരീരത്തിൽ പുരട്ടിപ്പിക്കണമെങ്കിൽ പുറത്തൊക്കെ ഭാര്യ മക്കളോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ പരട്ടിത്തരാം. പക്ഷേ മറ്റൊരാളെ കൊണ്ട് ഒഴിയിപ്പിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഇതൊക്കെ ഡാമേജ് വരും, ജോയിന്റുകളൊക്കെ ഇതാവും. അപ്പൊ വെറുതെ തൈലം പരട്ടിയിരിക്കുക, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു തയ്യാറാക്കിയിട്ടുള്ള കാർത്തി ആയുർവേദിക്സിന്റെ സ്പെഷ്യൽ ആയിട്ടൊരു തൈലാണ് നമുക്ക് മർമാണി ഞരമെണ്ണ. ഇതിന് ഇതുപോലെ തന്നെയാണ് നമ്മളെ ശരീരത്തിലെ മർമ്മക്ഷതം. കാരണം വെച്ചാല് നമുക്ക് ഇപ്പൊ കയ്യിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് രക്തം പമ്പ് ചെയ്യുന്നതിന്റെ മർമ്മം ഇരിക്കുന്നത് ഇപ്പൊ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പമ്പ് ചെയ്യണമെങ്കിൽ ഈ ഇവിടുത്തെ മർമ്മം ഇരിക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പൊ ഇവിടെ തിരുമ്പി കഴിഞ്ഞാൽ ഇങ്ങോട്ട് സർക്കുലേഷനായി. അതുപോലെ തന്നെയാണ് ഈ എല്ലാ ശരീരത്തിന്റെ ഓരോ ഭാഗത്തുള്ള മർമ്മങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പമ്പിങ്ങിനും ബലം ഇതൊക്കെ ഉണ്ടാവാനും നമ്മുടെ നാഡീഞരമ്പുകൾക്ക് കരുത്തുണ്ടാവാനും വേണ്ടിയിട്ടാണ് ഈ സംഭവം. നേരത്തെ പറഞ്ഞിട്ടുള്ള സഹചരാതി, കൊട്ടൻ ചുക്കാതി, അതുപോലെ തന്നെ മുറിവെണ്ണ, ധന്വന്തരമൊക്കെ സമം മേടിച്ചിട്ട് ഒരു 200 മില്ലി മൊത്തമായാലും കുഴപ്പമില്ല, അത് ഒക്കെ കൂടി ഒരു 450 മില്ലിയെങ്കിലും വാങ്ങുകയാണെങ്കിൽ വരെ നമ്മുടെ ശരീരം മൊത്തം കുളിർക്കിനെ പരട്ടി 1 മണിക്കൂർ ഇരുന്ന് ചുടുവെള്ളത്തിൽ കുളിച്ചാൽ മാത്രം മതി. നമ്മുടെ ആരോഗ്യത്തിന് അങ്ങേയറ്റം എഫക്റ്റീവായി. ഇതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഔഷധക്കഞ്ഞി കുടിക്കുക. ഇത് സാധാരണ നമ്മൾ കെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ആളുകൾ മാത്രം എന്ന് വെച്ചാൽ ഇത് ഒരു 10 വയസ്സായ കുട്ടി മുതലോ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഈ കാര്യം. കാരണം എന്താ വെച്ചാൽ അടുത്ത വർഷം വരെ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മളെ തന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതും കൂടിയാണിത്. കാരണം വെച്ചാൽ നമ്മളൊരു കുഴഞ്ഞു വീണ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കെയറിങ്. ഒരു 40 കഴിഞ്ഞ വ്യക്തികൾക്ക് മുട്ടുവേദന, തരിപ്പ്, മരവിപ്പ്, കോച്ചിപ്പിടുത്തം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്നതാണ് നമുക്ക് എന്താണ് മജ്ജ ഉണ്ടാവുക. ഇത് 40 കഴിഞ്ഞവർക്ക് ഇപ്പൊ 8 വയസ്സ് മുതൽ എല്ല് തേയ്മാനുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു കൂടുതലായിട്ട് വരുന്നത് ഒരു 40 വയസ്സോ 30 വയസ്സോ കൂടുതൽ കട്ടി കൂടിയ പണികളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ബലാരിഷ്ടം, മഹിഷദ്രാവകവും കൂടി ചേർത്ത് കഴിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈ ബലാരിഷ്ടം, മഹിഷദ്രാവം കൂടി കഴിക്കുമ്പോൾ എന്താണ് നമുക്ക് മജ്ജ, കാട്ട്ലേജ്, ഫ്ലൂയിഡ്, ലിഗ്മെന്റ് ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കഴിക്കേണ്ടത് വേദനയും കടച്ചിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ. ഇപ്പൊ വേദന എന്ന് പറയുന്നത് നീർക്കെട്ടുകൊണ്ടാണ്, കടച്ചിൽ എന്ന് പറയുന്നത് നമ്മളെ എല്ലിന്റെ ഉള്ളിലെ മജ്ജ കുറഞ്ഞിട്ടാണ്. അപ്പൊ ഈ വേദനയും കടച്ചിലൊക്കെ കുറവുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇതൊരു 2-3 ബോട്ടിൽ നിങ്ങൾക്ക് വാങ്ങി കഴിക്കാം. ഇത് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവില്ല. കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് മറ്റു സൂപ്പുകളൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പോത്തുദ്രാവകം, മഹിഷദ്രാവകം, ബലാരിഷ്ടം കൂടി കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമുക്ക് ആരോഗ്യത്തിന് അങ്ങേയറ്റം എഫക്റ്റീവാണ്.
ഇതെന്താന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഒന്നും കഴിക്കാണ്ടാവുമ്പോൾ, ഈ ബ്ലോക്ക് ഉള്ള ആൾക്കാരൊക്കെ ഒന്നും കഴിക്കാണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിന് ജീവൻ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ, ആൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും. കാരണം വെച്ചാൽ എല്ലിനും ബലമില്ല, ആൾക്കും ബലമില്ലാത്തൊരവസ്ഥയും. വെറുതെ നമ്മൾ ഈ വീടിന്റെ മുകളിൽ കോഴിനെ കാക്കനാട്ടം കുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ആയി മാറുകയാണ് നമ്മുടെ ഈ ശരീരത്തിന്റെ ഈ അവസ്ഥ കൊണ്ട്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ കൂടുതലായിട്ട് വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തെ റിക്കവർ ആക്കി എടുക്കാനുള്ള പ്രയത്നം കൂടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളത് ഇതിന്റെ വലിയൊരു ഘടകം കൂടിയാണ്. ഇതിനും നിങ്ങൾക്ക് പോത്തുദ്രാവകം ഇതും കൂടി കഴിക്കുക. പിന്നെ ഇതിനേക്കാൾ കൂടുതൽ ഒരു 50-60 വയസ്സിനൊക്കെ ആയ ആളുകൾക്ക് ഇതിന് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ എല്ലിന്റെ മജ്ജയ്ക്ക് കാതാവാൻ വേണ്ടി ചുവന്നരത്ത കഷായം എന്ന് പറഞ്ഞിട്ട് കഷായമുണ്ട്. അത് 3 തരത്തിൽ കഷായം കഴിക്കാം. ഒരു ആദ്യത്തെ ഘട്ടം മർമ്മ കഷായം കഴിക്കാം. പിന്നെ അടുത്ത ഘട്ടം ഒരു ബോട്ടിൽ മർമ്മ കഷായം കഴിച്ചതിന് ശേഷം പിന്നെ ധന്വന്തരം കഷായം കഴിക്കാം. അതിനുശേഷം ചുവന്നരത്ത എന്ന് പറഞ്ഞ കഷായം കഴിക്കാം. ഇത് 20 മില്ലി കഷായത്തിൽ 60 മില്ലി തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കഴിക്കുമ്പോൾ 200 ml ഒരു ബോട്ടിൽ കഷായം മേടിക്കുകയാണെങ്കിൽ നമുക്ക് 5 ദിവസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. അത്ര മതി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശരീരം ഒന്ന് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഡാമേജ് ആവാതിരിക്കാനുള്ള സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്യേണ്ടതുള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങേയറ്റം നമുക്ക് എഫക്റ്റീവായി. അത് 3 ഘട്ടമാണ്: മർമ്മ കഷായം, ധന്വന്തരം കഷായം, പിന്നെ ചുവന്നരത്ത കഷായം. ഇതാണ് നമ്മൾ ഇതിൽ സാധാരണ ആയുർവേദപരമായിട്ട് നമ്മൾ ഇതും കൂടി കഴിക്കുകയാണെങ്കിൽ ഓക്കെ. പിന്നെ പൂക്കുല ലേഹ്യം, ആട്ടിൻതല വരട്ടല്, ഇതൊന്നും ഇന്നത്തെ കാലത്ത് പല അസുഖമുള്ള ആളുകൾക്ക് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കേണ്ടത് ഔഷധക്കഞ്ഞിയും അതുപോലെ തന്നെ തൈലം പരട്ടി കുളിക്കലും ഈ പോത്തുദ്രാവകം, ബലാരിഷ്ടം എന്നിവ കഴിക്കലുമാണ്. ബാക്കിയുള്ള ആളുകളാണ് പിന്നെ എന്താണ് കഷായങ്ങളൊക്കെ കുടിക്കേണ്ടതുള്ളൂ. ഇതിനൊക്കെ നമുക്ക് ഓരോ സ്റ്റേജായിട്ട് ചെയ്താൽ മതി. ഇത് തൈലം പരട്ടലൊക്കെ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു 11 ദിവസമെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ 21 ദിവസം ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. 41 എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള എഫക്റ്റീവാണ്. അപ്പോൾ ഇതിനെ നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ ആരോഗ്യം ഉണ്ടാവാനും കൂടിയിട്ടാണിത്. ഇത് ചില ആളുകൾക്ക് എന്താ വെച്ചാൽ സൗന്ദര്യ പ്രശ്നം വരും. കാരണം മുഖത്തും കരിവാളിപ്പും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ ഭാഗത്ത് തന്നെ ചർമ്മകാന്തി കേരതൈലം എന്ന് പറഞ്ഞിട്ടുള്ള തൈലമുണ്ട്. അത് സ്ത്രീകൾക്ക് ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് സ്ത്രീകൾക്ക് എന്നല്ല, ഏതൊരാൾക്കും ഓജസ്സും തേജസ്സും ഒക്കെ നമ്മൾ മുഖത്തിലൂടെ പ്രസരിക്കാൻ വേണ്ടിയിട്ട് കറുപ്പ് കരിവാളിപ്പ് ഉള്ളതൊക്കെ മാറി നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ടുള്ള തൈലം കൂടിയാണ് ഇത്. ഇത് വളരെ അങ്ങേയറ്റം എഫക്റ്റീവും കൂടിയാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി നടക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ബിസിനസ് കൺസെപ്റ്റുള്ള ആളുകൾ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒഴിയുകയും ചെയ്യും, തിരുമ്പുകയും ചെയ്യും, ലാസ്റ്റ് നമ്മളെ പിഴിയുകയും ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഉണ്ടാവുക, നമുക്കിതൊന്നും ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. വിചാര ശത്രുബാധ, ദുർമൂർത്തി, പ്രാർത്ഥന, സ്തംഭന, വശീകരണ, മാരണ, പരസ്പര വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട്, മാറ്റുമാരണ, ദോഷ, ദുരിത, ബാധ, ബന്ധനങ്ങൾ, ആകർഷണ പരമായിട്ടുള്ള കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രപ്രയോഗ വിധിയുടെ വീഡിയോകളൊക്കെയാണ് നമ്മൾ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.